ഗുഡ് മോർണിംഗ് ഓൾ. I+ന്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് നമുക്കിന്ന് കിടക്കാം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെപ്പറേഷൻ ഓഫ് ലയബിലിറ്റി. കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഓർമ്മയില്ലേ നമ്മൾ പഠിച്ചത്? ഇന്നസെന്റ് സ്പൗസ് റിലീഫിനെ കുറിച്ച്, പിന്നെന്തായിരുന്നു ഹെഡ് ഓഫ് ഹൗസ് ഹോൾഡ്, ദെൻ അണ്ടർ സ്റ്റേറ്റ്മെന്റ്, അണ്ടർ പേയ്മെന്റ്, ഇതെല്ലാം പഠിച്ചത് ഓർമ്മയില്ലേ? അത് നമ്മൾ പറഞ്ഞു 3 കാറ്റഗറി. ഒന്ന് ഇന്നസെന്റ് സ്പൗസ് റിലീഫ്, സെപ്പറേഷൻ ഓഫ് ലയബിലിറ്റി, ഇക്വിറ്റബിൾ റിലീഫ്. 3 കാറ്റഗറി പറഞ്ഞു. അത് ഇന്നസെന്റ് സ്പൗസ് റിലീഫ് എന്തായിരുന്നു? ഇന്നസെന്റ് സ്പൗസ് റിലീഫ് എന്താണ്? നമ്മൾ സ്വയമേവ ചെയ്തതല്ല എന്ന് IRSനെ ബോധ്യപ്പെടുത്തണം. നമ്മളൊരു ഇന്നസെന്റ് മീൻസ് നമ്മുടെ സ്പൗസ്, നമ്മളോ നമ്മുടെ സ്പൗസോ ഇന്നസെന്റ് ആണ്. ഒരു മിസ്റ്റേക്ക് വന്നത് അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് വന്നതല്ല. നമ്മളോ നമ്മുടെ സ്പൗസോ അറിഞ്ഞുകൊണ്ട് വന്ന മിസ്റ്റേക്ക് അല്ല എന്ന് IRSനെ ബോധ്യപ്പെടുത്തുന്നു, അല്ലെങ്കിൽ IRSനെ പ്രൂവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു എക്സംഷനെയാണ് നമ്മൾ ഇന്നസെന്റ് സ്പൗസ് റിലീഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അണ്ടർ സ്റ്റേറ്റ്മെന്റും അണ്ടർ പേയ്മെന്റും നമ്മൾ പഠിച്ചു. എന്തായിരുന്നു അണ്ടർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ടാക്സും അണ്ടർ പേയ്മെന്റ് ഓഫ് ടാക്സും? അണ്ടർ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഓക്കെ, സ്റ്റേറ്റ്മെന്റിൽ ITR ഫയൽ ചെയ്യുമ്പോൾ അതിൽ എമൗണ്ട് കുറച്ച് കാണിക്കുന്നതാണ് അണ്ടർ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ദെൻ അണ്ടർ പേയ്മെന്റിൽ കുറച്ച് കാണിക്കും. ടാക്സ് പേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആക്ച്വൽ എമൗണ്ടിനേക്കാളും കുറവ് എമൗണ്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവിടെ അണ്ടർ പേയ്മെന്റ്. ഓക്കെ, ഗുഡ്. സോ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇനി നെക്സ്റ്റ് സെപ്പറേഷൻ ഓഫ് ലയബിലിറ്റി ആണ് പഠിക്കാൻ പോകുന്നത്. Under this type of relief, there is an allocation of understatement of tax plus interest and penalties on the joint return between the taxpayer and the spouse. The understatement of tax allocated to the taxpayer is generally the amount he or she is responsible for. Taxpayers may request this type of relief on Form 8857 in addition to innocent spouse relief. ഇന്നസെന്റ് സ്പൗസ് റിലീഫിൽ എന്തായിരുന്നു? തന്റെ സ്പൗസ് ചെയ്തത് മിസ്റ്റേക്ക് നമ്മൾ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നമ്മുടെ ബോധത്തോടെയോ അറിവോടോ കൂടെയല്ല സ്പൗസ് ആ മിസ്റ്റേക്ക് ചെയ്തത് എന്ന് IRSനെ ബോധ്യപ്പെടുത്തുന്നു. ഇവിടെ എന്താ സെപ്പറേഷൻ ഓഫ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ സ്പൗസ് വരുത്തുന്ന മിസ്റ്റേക്കിന് സ്പൗസ് ആയിരിക്കണം ഉത്തരവാദി. ഞാനൊരു മിസ്റ്റേക്ക് വരുത്തി ഞാനായിരിക്കണം ഉത്തരവാദി. സോ നമ്മളിപ്പോ എന്തെങ്കിലും അണ്ടർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ടാക്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ടാക്സ് വെട്ടിക്കുക അല്ലെങ്കിൽ കുറച്ച് കാണിക്കുക അതൊക്കെ പറയില്ലേ, അത് തന്നെ. അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റും പെനാൽറ്റീസും നമ്മൾ മാത്രമായിരിക്കണം വഹിക്കേണ്ടത്, അല്ലാണ്ട് നമ്മുടെ സ്പൗസും കൂടി ആയിരിക്കില്ല. അതാണ് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. സ്പൗസിന്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്കിന് ഉള്ള പെനാൽറ്റി സ്പൗസ് അടയ്ക്കുക, എൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്കിനുള്ള പെനാൽറ്റി ഞാൻ അടയ്ക്കുക. ഇപ്പം ഞാനൊരു മിസ്റ്റേക്ക് ചെയ്താൽ അതിനൊരു ഇൻട്രസ്റ്റ് വരും. ഓക്കെ, ഞാനൊരു ടാക്സ് കുറച്ച് കാണിക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഇൻട്രസ്റ്റ് കാണിക്കേണ്ടി വരും. സോ ആ ഇൻട്രസ്റ്റിന് ഉത്തരവാദി ആരാണോ അണ്ടർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ടാക്സ്, അല്ലെങ്കിൽ ആരാണോ ടാക്സ് വെട്ടിക്കുന്നത് ആ വ്യക്തി മാത്രമാണ് അർഹത, അല്ലാണ്ട് കൂടെയുള്ള സ്പൗസ് അല്ലെങ്കിൽ ഞാൻ അർഹയല്ല. മനസ്സിലായോ? അതാണ് സെപ്പറേഷൻ ഓഫ് ലയബിലിറ്റി. ആരാണോ തെറ്റ് വരുത്തുന്നത് അയാൾക്ക് വിധിച്ചു കൊടുക്കുക, അയാളുടെ ലയബിലിറ്റി അല്ലെങ്കിൽ ആ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ പെനാൽറ്റി വിധിച്ചു കൊടുക്കുക. എൻ്റെ തെറ്റിന് ഞാൻ ഉത്തരവാദി, സോ ആ തെറ്റിനുള്ള പെനാൽറ്റി ഞാൻ അടയ്ക്കണം. ഇപ്പം എൻ്റെ സ്പൗസ് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റിന് എൻ്റെ സ്പൗസാണ് ഉത്തരവാദി. സോ ആർക്ക് കൊടുക്കണം ആ ലയബിലിറ്റി, ആ പെനാൽറ്റി എൻ്റെ സ്പൗസിന് കൊടുക്കണം. അതാണ് സെപ്പറേഷൻ ഓഫ് ലയബിലിറ്റി. ഇന്നസെന്റിൽ വന്നപ്പോൾ എന്തായിരുന്നു? തെറ്റ് ചെയ്തിട്ടില്ലെന്ന് IRSനെ ബോധ്യപ്പെടുത്തുക. സെപ്പറേഷൻ ഓഫ് ലയബിലിറ്റി വരുമ്പോൾ ഒരാൾ ചെയ്ത മിസ്റ്റേക്കിന് മറ്റൊരാൾ ബെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആ മിസ്റ്റേക്ക് വരുത്തിയത് ആരാണോ അവർ തന്നെ അത് ബെയർ ചെയ്യുക, അവർ തന്നെ പെനാൽറ്റി അടയ്ക്കണം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അടയ്ക്കണം. ഓക്കെ, ഇനിയും സെപ്പറേഷൻ ഓഫ് ലയബിലിറ്റി നമ്മൾ എങ്ങനെയാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യേണ്ടത് IRSന്റെ അടുത്ത്? ഫോം 8857 എന്ന് പറയുന്ന ആ ഒരു ഫോം ഫയൽ ചെയ്ത് IRSന് കൊടുക്കുന്ന വഴിയാണ് സെപ്പറേഷൻ ഓഫ് ലയബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു റിലീഫ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലേ? സെപ്പറേഷൻ ഓഫ് ലയബിലിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് സ്പൗസിന്റെയും എന്റെയും എൻ്റെ സ്പൗസിന്റെയും ബിറ്റ്വീൻ ഞങ്ങൾ അത് ഡിവൈഡ് ചെയ്യുന്നു. അതായത് എൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പൊ എത്ര മിസ്റ്റേക്ക് ആണോ വന്നേക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള പെനാൽറ്റി മാത്രം ഞാൻ അടച്ചാൽ മതിയാകും. സ്പൗസിന്റെ ഭാഗത്ത് എത്ര മിസ്റ്റേക്ക് ആണോ വന്നേക്കുന്നത് അതിനുള്ള പെനാൽറ്റി സ്പൗസ് അടച്ചാൽ മതിയാകും. അല്ലാതെ എൻ്റെ തെറ്റിന് എൻ്റെ സ്പൗസും കൂടെ അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ഇവിടെ. ഓക്കെ,
സ്പൗസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പൗസിന് അടച്ചാൽ മതി. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അടയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ പെനാൽറ്റി ഞാൻ അടച്ചാൽ മതി. അതല്ലെങ്കിൽ എനിക്ക് പെനാൽറ്റി അടയ്ക്കേണ്ട ആവശ്യമില്ല. ചെയ്ത മിസ്റ്റേക്കിന് മാത്രം അടയ്ക്കുക. അത് എത്രയാണോ എമൗണ്ട് വരുന്നത് അത് അടയ്ക്കുക. അല്ലാതെ മറ്റൊരാൾ ചെയ്തതിന് ഞാൻ അടയ്ക്കേണ്ട ആവശ്യമില്ല. അതാണ് സെപ്പറേഷൻ ഓഫ് ലയബിലിറ്റി വരുന്നത്. അതിന് യൂസ് ചെയ്യുന്ന ഫോമാണ് ഫോം 8857. ഓക്കെ, മനസ്സിലായില്ലേ സെപ്പറേഷൻ ഓഫ് ലയബിലിറ്റി? അതായത് അണ്ടർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ടാക്സ് നമ്മുടെ ITR ഫയൽ ചെയ്യുമ്പോൾ ITR ഫയൽ ചെയ്യുന്ന സമയത്ത് ആ ഫോമിൽ ടാക്സ് നമ്മുടെ ആക്ച്വൽ ടാക്സ് ലയബിലിറ്റിയിൽ നിന്നും എമൗണ്ട് കുറച്ചാണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ, അതാണ് അണ്ടർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ടാക്സ് പറയുന്നത്. എമൗണ്ട് കുറച്ച് കാണിച്ചിരിക്കുന്നെങ്കിൽ ആരാണോ ആ എമൗണ്ട് കുറച്ച് കാണിച്ചത് അല്ലെങ്കിൽ ആരാണോ ആ മിസ്റ്റേക്ക് വരുത്തിയത് അവർ മാത്രം ആ മിസ്റ്റേക്കിനുള്ള പെനാൽറ്റി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അടച്ചാൽ മതിയാകും. മറ്റേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ സ്പൗസിന് അത് അടയ്ക്കേണ്ട ആവശ്യമില്ല. മിസ്റ്റേക്ക് വരുത്തുന്നവരാരാണോ അവർ മാത്രം പെയർ ചെയ്യുക, അല്ലാത്തവർക്ക് അത് പെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് സെപ്പറേഷൻ ഓഫ് ലയബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് ഇക്വിറ്റബിൾ റിലീഫ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഇക്വിറ്റബിൾ റിലീഫ്. If the taxpayer does not qualify for innocent spouse relief by separation of liability, the taxpayer may still be relieved of responsibility of tax, interest and penalties through the IRS provisions for equitable relief. ഇപ്പോൾ ഒരു ആ ടാക്സ് പെയർ ഇന്നസെന്റ് സ്പൗസ് റിലീഫിനോ അല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് ലയബിലിറ്റിക്കോ അർഹനല്ല, ക്വാളിഫൈഡ് അല്ല. സോ പുള്ളിക്ക് വേറെ എന്ത് വഴിയുണ്ട് ചെയ്യാൻ? ഇക്വിറ്റബിൾ റിലീഫ് എന്നൊരു വഴിയും കൂടിയുണ്ട്. ഓക്കെ, അപ്പൊ ആ ഇക്വിറ്റബിൾ റിലീഫിന് ക്വാളിഫൈഡ് ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം? ഒന്ന്, ടാക്സ് പെയർ ഇസ് നോട്ട് എലിജിബിൾ ഫോർ ഇന്നസെന്റ് സ്പൗസ് റിലീഫ് ഓർ റിലീഫ് ബൈ സെപ്പറേഷൻ ഓഫ് ലയബിലിറ്റി. ഇന്നസെന്റ് സ്പൗസ് റിലീഫിനോ സെപ്പറേഷൻ ഓഫ് ലയബിലിറ്റി എന്ന് പറയുന്ന കേസിനോ എലിജിബിൾ ആയിരിക്കരുത്. ഇത് രണ്ടിനും എലിജിബിൾ അല്ല, ക്വാളിഫൈഡ് അല്ലാത്ത ഒരാൾക്കാണ് ഇക്വിറ്റബിൾ റിലീഫിന് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. നെക്സ്റ്റ്, the taxpayer and the spouse did not transfer assets to one another as a part of fraudulent scheme. അതായത് അവർ അസറ്റ്സ് കൂടുമ്പോഴാണ് നമുക്ക് ടാക്സ് എമൗണ്ട് കൂടും. നമുക്ക് എത്രത്തോളം അസറ്റ് ഉണ്ടോ അതിന് മേലെല്ലാം ഈ ടാക്സ് ചുമത്തുമ്പോൾ നമുക്ക് ടാക്സ് എമൗണ്ട് കൂടും. സോ അതുകൊണ്ട് ടാക്സ് കുറയ്ക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യും. അതായത് അസറ്റ്സ് കുറച്ചു കാണിക്കാൻ ശ്രമിക്കും. സോ അത് നമ്മൾ ഫ്രോഡ്ലന്റ് സ്കീം അറിഞ്ഞുകൊണ്ടാകരുത്. ഫ്രോഡ് പണി ചെയ്യണം എന്നുള്ള ഒരു വിചാരം വെച്ചിട്ട് ചെയ്യരുത്. നമ്മുടെ കയ്യിൽ നിന്ന് അറിയാണ്ട് വരുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഫ്രോഡ് കാണിക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഓക്കെ. അങ്ങനെ വന്നാൽ നമുക്ക് ഈ ഇക്വിറ്റബിൾ റിലീഫ് എന്ന് പറയുന്ന കാറ്റഗറി അപ്ലൈ ചെയ്യാനോ ചൂസ് ചെയ്യാനോ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ്, the spouse did not transfer assets to the taxpayer for the main purpose of avoiding tax or payment of tax. അതായത് ടാക്സ് അടയ്ക്കുന്നത് അവോയ്ഡ് ചെയ്യണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടെ അസറ്റ് കുറച്ച് കാണിക്കുക അല്ലെങ്കിൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുക, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ചെയ്യരുത്. ആ ഒരു മെയിൻ പർപ്പസ്. ഓക്കെ, എങ്ങനെയെങ്കിലും അസറ്റ് കുറച്ച് ടാക്സ് കുറയ്ക്കണം, ടാക്സ് പേ ചെയ്യുന്നത് കുറയ്ക്കണം എന്ന് മനഃപൂർവ്വം വിചാരിച്ചിട്ട് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാകരുത്, ഫ്രോഡ് ചെയ്യുന്നതാകരുത്. അതുപോലെ എന്തായിരുന്നു മറ്റൊരു പോയിന്റ്? ഇന്നസെന്റ് സ്പൗസ് റിലീഫിനോ സെപ്പറേഷൻ ബൈ ലയബിലിറ്റിക്കോ അർഹരാകരുത്. പിന്നെന്തായിരുന്നു? ടാക്സ് പെയർ ഡിഡ് നോട്ട് ഫയൽ ദ റിട്ടേൺ വിത്ത് ദ ഇന്റന്റ് ടു കമ്മിറ്റ് ഫ്രോഡ്. ഫ്രോഡ് ചെയ്യണം എന്ന വിചാരത്തോടു കൂടെ ടാക്സ് ഫയൽ ചെയ്യരുത്. സോ ഈ 4 സിറ്റുവേഷൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ടാക്സ് പേയറിന് അല്ലെങ്കിൽ ഒരു ക്ലയന്റിന് ഇക്വിറ്റബിൾ റിലീഫ് എന്ന് പറയുന്ന കാറ്റഗറി ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ 3 റിലീഫ് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഒന്ന്, ഇന്നസെന്റ് സ്പൗസ് റിലീഫ്. അവിടെ എന്താണ്? തന്റെ സ്പൗസ് ചെയ്ത തെറ്റ് സ്വയമേവ ചെയ്തതോ അല്ലെങ്കിൽ എന്റെ അറിവോട് കൂടി ചെയ്തതോ അല്ല എന്ന് IRSനെ ബോധ്യപ്പെടുത്തുന്നു. ഞാനൊരു ഇന്നസെന്റ് ആണ് അല്ലെങ്കിൽ എന്റെ സ്പൗസ് ഒരു ഇന്നസെന്റ് ആണ് എന്ന് ബോധ്യപ്പെടുത്തുന്നു. സെക്കൻഡ് വൺ എന്താണ്? സെപ്പറേഷൻ ഓഫ് ലയബിലിറ്റി. സെപ്പറേഷൻ ഓഫ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ആരാണോ മിസ്റ്റേക്ക് വരുത്തിയത് അല്ലെങ്കിൽ അണ്ടർ സ്റ്റേറ്റ്മെന്റ് ഓഫ് ടാക്സ് വരുത്തിയത് അല്ലെങ്കിൽ എമൗണ്ട് കുറച്ച് കാണിച്ചത് ആ വ്യക്തി മാത്രം പെനാൽറ്റി അടച്ചാൽ മതിയാകും. മറ്റു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ സ്പൗസ് അത് ബെയർ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അതിന് യൂസ് ചെയ്യുന്ന ഫോമാണ് 8857. നെക്സ്റ്റ്, ഇപ്പൊ നമ്മൾ പഠിച്ചത് ഇക്വിറ്റബിൾ റിലീഫ്. ഇക്വിറ്റബിൾ റിലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നസെന്റ് സ്പൗസ് റിലീഫിനോ സെപ്പറേഷൻ ഓഫ് ലയബിലിറ്റിക്കോ അർഹരല്ലാത്ത, ക്വാളിഫൈഡ് അല്ലാത്ത, എലിജിബിൾ അല്ലാത്ത ടാക്സ് പെയറിന് മാത്രം അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് ഇക്വിറ്റബിൾ റിലീഫ്. അവിടെ വരുമ്പോൾ എന്താണ്? ഫ്രോഡ് കമ്മിറ്റ് ചെയ്യണം എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടെ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരാൾക്ക് ഇതൊരിക്കലും അക്സെപ്റ്റബിൾ അല്ല. ഓക്കെ,
അറിയാതെ വന്നു വന്ന മിസ്റ്റേക്ക് ഓക്കെ, ടാക്സ് എമൗണ്ട് വെട്ടിക്കണം, എമൗണ്ട് കുറച്ച് കാണിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ അസറ്റ് കുറച്ച് കാണിക്കുകയോ അസറ്റ് വേറൊരാളുടെ പേർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കാണിക്കുകയോ ചെയ്തിട്ട് ഫ്രോഡ് കാണിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടെ ഒരാള് മിസ്റ്റേക്ക് കമ്മിറ്റ് ചെയ്യുവാണെങ്കിൽ ഇക്വിറ്റബിൾ റിലീഫ് ഒരിക്കലും ചൂസ് ചെയ്യാൻ പറ്റില്ല. അറിയാതെ വന്ന മിസ്റ്റേക്ക് ഓക്കെ, അറിഞ്ഞുകൊണ്ടുള്ള മിസ്റ്റേക്ക് ആണെങ്കിൽ നമുക്കിത് ചൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഈ 3 സിറ്റുവേഷൻസ്. ഓക്കെ, ഇക്വിറ്റബിൾ റിലീഫ്, ഇന്നസെന്റ്, സെപ്പറേഷൻ, ഇത് 3 ക്ലിയർ ആണോ? സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻജേർഡ് സ്പൗസ് ആണ്. എന്താണ് ഇൻജേർഡ് സ്പൗസ്, പരിക്ക് പറ്റിയ സ്പൗസ് എന്ന് നമുക്ക് നോക്കാം. ഡ്യൂ ടു ഹസ്ബൻഡ്സ് ഓർ വൈഫ്സ് മിസ്റ്റേക്ക്, his or her spouse refund is held by IRS. The mistake is fully unaware by the spouse. Maybe the mistake is done on or before their marriage. In such cases, we can claim injured spouse relief through a requesting form 8379. ആ ഫോമിന്റെ പേരാണ് ഇൻജേർഡ് സ്പൗസ് ക്ലെയിം ആൻഡ് അലോക്കേഷൻ ഫോം. ഓക്കെ, വിച്ച് ഹെൽപ്സ് ടു ഗെറ്റ് ദ റീഫണ്ട് ബാക്ക്. സോ ഇൻജേർഡ് സ്പൗസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ സ്പൗസിന്റെ, നമ്മുടെ ഹസ്ബൻഡിന്റെയോ വൈഫിന്റെയോ മിസ്റ്റേക്ക് കാരണം നമുക്ക് കിട്ടേണ്ട റീഫണ്ട് എമൗണ്ട് IRS ഹോൾഡ് ചെയ്ത് വെക്കും. ഓക്കെ, ഞാൻ ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞു, നമുക്കിപ്പോൾ ഒരു ടാക്സ് ഇയറിൽ എന്തെങ്കിലും റീഫണ്ട് കിട്ടുന്ന സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് 1040 എന്ന് പറയുന്ന ഫോമിൽ കൊടുക്കും. അപ്പോൾ IRS അക്കൗണ്ടിലേക്ക് റീഫണ്ട് എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടയ്ക്കും എന്ന് ഞാൻ പറഞ്ഞു. സോ ഇപ്പൊ നമ്മുടെ സ്പൗസ് അറിയാതെ ഒരു മിസ്റ്റേക്ക് വരുത്തി, അറിഞ്ഞോ അറിയാതെയോ ഒരു മിസ്റ്റേക്ക് വരുത്തി. സോ IRS എന്ത് ചെയ്യും, സ്പൗസ് ചെയ്ത ആ മിസ്റ്റേക്കിന് നമ്മള് നമ്മുടെ റീഫണ്ട് കിട്ടേണ്ട എമൗണ്ട് ഹോൾഡ് ചെയ്ത് വെക്കും. ഓക്കെ, നമ്മൾ ടോട്ടലി അൺഅവെയർ ആയിരിക്കും, നമ്മുടെ സ്പൗസ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സ്പൗസിന്റെ ഭാഗത്തിൽ നിന്നും അങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ IRS പറയുമ്പോഴായിരിക്കും അറിയുന്നത്. നമ്മൾ ടോട്ടലി അൺഅവെയർ ആയിരിക്കും. മേ ബി മാരേജിന് മുമ്പ് വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം. IRS ഓഡിറ്റിംഗ് നടത്തി വരുമ്പോൾ ഇപ്പോഴായിരിക്കും ഇത് കണ്ടുപിടിച്ചത്. സോ അന്നേരം വന്ന മിസ്റ്റേക്ക് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും, അല്ലേ? അന്നേരം സംഭവിച്ച മിസ്റ്റേക്ക് നമ്മൾ ടോട്ടലി അൺഅവെയർ ആയിരിക്കും, നമുക്ക് അറിയാൻ പറ്റില്ല. സോ നമ്മൾ അറിയാത്ത ഒരു കാര്യത്തിന്മേൽ നമ്മുടെ എമൗണ്ട്, റീഫണ്ട് എമൗണ്ട് IRS ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അങ്ങനത്തെ സിറ്റുവേഷനാണ് ഇൻജേർഡ് സ്പൗസ് എന്ന് പറയുന്നത്. സോ അത്തരമൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു റിലീഫ് അല്ലെങ്കിൽ എക്സംപ്ഷൻ ക്ലെയിം ചെയ്യാം. എന്ത് വെച്ചിട്ട്, ഒരു ഫോം വെച്ചിട്ട്. ഏതാണ് ആ ഫോം? ഫോം 8379. 8857 എന്തിനായിരുന്നു? 8857 തന്നെയല്ലേ? യെസ്, 8857. അതെന്തിനായിരുന്നു? സെപ്പറേഷൻ ഓഫ് ലയബിലിറ്റി എന്ന് പറയുന്ന റിലീഫ് ക്ലെയിം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫോം 8857. ഇനി ഇൻജേർഡ് സ്പൗസിന്റെ റിലീഫ് ക്ലെയിം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോം എന്താണ്? 8379. എന്താണ് ആ ഫോമിന്റെ പേര്? ഇൻജേർഡ് സ്പൗസ് ക്ലെയിം ആൻഡ് അലോക്കേഷൻ ഫോം ആണ്. സോ ഈ ഫോം ഫയൽ ചെയ്ത് കൊടുത്ത് IRSന്റെ പ്രൂവ് ചെയ്യിക്കണം, സ്പൗസ് ചെയ്ത മിസ്റ്റേക്കിനെ കുറിച്ച് ഞാൻ ടോട്ടലി അൺഅവെയർ ആണ്, എനിക്ക് എൻ്റെ റീഫണ്ട് എമൗണ്ട് തിരിച്ചു വേണം എന്നുള്ളത് ഈ ഫോം ഫയൽ ചെയ്യുക വഴി IRSനെ നമ്മൾ അറിയിക്കാം. സോ നമുക്ക് നമ്മുടെ റീഫണ്ട് എമൗണ്ട് തിരിച്ചു കിട്ടും. ഓക്കെ, അതാണ് ഇൻജേർഡ് സ്പൗസ്. അതായത് ഹസ്ബൻഡ് എപ്പോഴോ ചെയ്തൊരു മിസ്റ്റേക്ക്, നമ്മൾ അതിനെക്കുറിച്ച് അവെയറേ അല്ല, നമുക്ക് അറിയേ കൂടി ചെയ്യില്ല. പക്ഷെ IRS നമ്മുടെ റീഫണ്ട് എമൗണ്ട് ഹോൾഡ് ചെയ്ത് വെച്ച് നമുക്ക് തരുന്നില്ല. നിങ്ങളുടെ സ്പൗസ് ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചിട്ടുണ്ടല്ലോ, അത് നിങ്ങളും കൂടി ഉത്തരവാദിയാണെന്ന് പറഞ്ഞ് പൈസ തരുന്നില്ല. സോ നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കുക. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഫോമാണ് ഇൻജേർഡ് സ്പൗസ് ക്ലെയിം ആൻഡ് അലോക്കേഷൻ ഫോം 8379. സോ അത് ഫയൽ ചെയ്ത് കൊടുത്ത് IRSനെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റീഫണ്ട് എമൗണ്ട് തിരിച്ചു കിട്ടും. ക്ലിയർ അല്ലേ?